പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ട്. കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുജയ, സുപ്രധാനമായ തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, വോട്ടെണ്ണൽ കഴിയുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. 15-ാം തീയതി എന്നുള്ളത് ആശ്വാസകരമായ തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സർക്കാരിനും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിനുമായി ആണ്. ഏതാണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം 10 ദിവസമാണ് പോലീസിന് മുന്നിൽ കിട്ടിയത്. പക്ഷേ ഈ 10 ദിവസത്തിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തലിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഉഭയസമ്മത പ്രകാരമായിരുന്നു ഈ ബന്ധങ്ങൾ എന്നുള്ള വാദമാണ് ഒരുപക്ഷെ കോടതി അംഗീകരിച്ചിട്ടുണ്ടാവുക എന്നതാണ്. അത് പക്ഷേ ഈ അറസ്റ്റ് തടഞ്ഞത് താൽക്കാലികമായിരിക്കില്ലേ ടി വി പ്രസാദ്? കാരണം കേസ് ഡയറി അടക്കം കോടതി ചോദിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യം പരിഗണിച്ചിട്ടുമില്ല. ഉറപ്പായും കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു ആശ്വാസം എന്ന നിലക്കാണ് ഹൈക്കോടതി ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുമോ, അതല്ല അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഒളിവ് ജീവിതം തുടരേണ്ടി വരില്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് തിരിച്ചടിയായിരിക്കുന്നത് പോലീസിനാണ്. കാരണം ഇത്രയും നാളായി പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച തന്നെയാണ്. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെയായിരുന്നു പോലീസും അന്വേഷണ സംഘവും. ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി അനുകൂലമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അറസ്റ്റ് തടഞ്ഞിട്ടുള്ള നടപടി എന്നുള്ളത് ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാലും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അത് പറയുമ്പോഴും രണ്ടാമത്തെ പരാതി ഇതിലേറെ ഗൗരവ സ്വഭാവമുള്ളതാണ്. രണ്ടാമത്തെ പരാതിയിൽ ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. മൊഴി കൊടുക്കാനുള്ള സന്നദ്ധത, ആ സന്നദ്ധതയാണ് അതിലേറെ പ്രധാനം. അങ്ങനെ പെൺകുട്ടി മൊഴി കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഒന്നാമത്തെ കേസിലാണ്, അതായത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നിർത്തിവെക്കണം, അറസ്റ്റ് തടഞ്ഞുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നു. പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഡിസംബർ 15 വരെ മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായി ഡിസംബർ 15 വരെ അറസ്റ്റ് പാടില്ല എന്ന നടപടി അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാണ്. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നടന്നിരിക്കുന്ന ഗർഭചിത്രം നിർബന്ധപൂർവം ചെയ്യിച്ചതാണ് എന്ന പെൺകുട്ടിയുടെ വാദമാണ്, പ്രോസിക്യൂഷന്റെ വാദമാണ്. അതാണ് പ്രധാനമായും അന്ന് നിലനിന്നതെങ്കിൽ ഇന്ന് താൽക്കാലികമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിലെത്തുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം ടി വി പ്രസാദ്, ഒന്നാമത്തെ കേസ് അതിജീവിത നൽകിയ ആദ്യത്തെ കേസിൽ ഉഭയ സമ്മതത്തോടുകൂടിയുള്ള ഒരു ബന്ധം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നത് രണ്ടുപേരുടെയും ഹാജരാക്കിയ രേഖകളിൽ നിന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ രണ്ടാമത്തെ കേസിൽ അതല്ല, വിവാഹ വാഗ്ദാനമുണ്ട്, വിവാഹിതയല്ല ഇര എന്നതും നിലനിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്ന കേസിൽ അതിജീവിത മൊഴി നൽകി കഴിഞ്ഞാൽ ആ കേസിൽ ഈ അറസ്റ്റ് തടയൽ ബാധകമല്ലല്ലോ, അല്ലേ? ഒരിക്കലുമല്ല സുജയ, അത് രണ്ടാമത്തെ കേസ്. അതാണ് നമ്മൾ നേരത്തെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കേസ് പോലെയല്ല രണ്ടാമത്തെ കേസ് എന്നുള്ളതാണ്. അതിൽ ഈ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അതിൽ പ്രധാനമായും ഉള്ളത് എന്നുള്ളതും. അതുപോലെ തന്നെ ഈ പെൺകുട്ടി, അതായത് രണ്ടാമത്തെ പരാതിക്കാരി മൊഴി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോൾ പരിഗണിച്ച കേസും ഈ കേസും രണ്ടും വെവ്വേറെ കേസുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നടപടികളിലൂടെ രണ്ടാമത്തെ കേസ് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള നടപടിക്രമങ്ങൾ, അതായത് അറസ്റ്റ് തടഞ്ഞിട്ടുള്ള നടപടികളൊന്നും രണ്ടാമത്തെ കേസിലെയല്ല. ആദ്യത്തെ കേസ് പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി ബോധ്യപ്പെട്ട കാര്യം എന്ന നിലയിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്.